അപ്പൊ നിങ്ങൾ വീട്ടിൽ കോഴി വളർത്തുന്നുണ്ടോ? എന്നാൽ ഇത് ഒരു സാധനം വാങ്ങി വെച്ചോളിട്ടാ, ഇത് നിങ്ങൾക്ക് ഉപകാരമാവും. ചെറിയൊരു ഇൻക്യുബേറ്റർ 1600 രൂപക്ക് നിങ്ങളെ പരിസരത്ത് ഇത് കൊറിയർ ആയിട്ട് കിട്ടും. 1600 രൂപക്ക് സെമി ഓട്ടോമാറ്റിക്. കണ്ടാ, ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നല്ല എന്താ വൃത്തിയായിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാം. ചെറിയൊരു ഇൻക്യുബേറ്റർ ഏകദേശം ഒരു 2-3 കോഴിക്ക് അടവെക്കണ മുട്ട ഇതിനകത്ത് വിരിയിച്ചെടുക്കാം. വേറൊരു മോഡല് ബോക്സ് തുറക്കാതെ തന്നെ നമുക്ക് ഇതിനകത്ത് മുട്ട നീക്കി വെക്കാൻ പറ്റുന്നതാണ് സെമി ഓട്ടോമാറ്റിക്. ഇതിന്റെ റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് അടക്കം 1950 കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ വരാം. ഇവിടെ ഈ ലിവർ വലിക്കുമ്പോൾ ഇതിന് മുട്ട അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും. പിന്നെ അതേപോലെ തന്നെ ഫുള്ളായിട്ട് ഓട്ടോമാറ്റിക്. നമ്മൾ തിരിക്കൊന്നും വേണ്ട, നമ്മൾ വെള്ളം മുട്ടയും ഇതിലേക്ക് വെച്ചു കൊടുത്താൽ മതി. ഇടക്കൊന്ന് തുറന്നു നോക്കണം കേട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് 3200 കേട്ടോ. 3200 റുപ്യക്ക് നിങ്ങളെ പരിസരത്ത് ഇത് കൊറിയർ ആയിട്ട് എത്തും. സ്ക്രീനിൽ നമ്പർ ഉണ്ടാവും, അപ്പോൾ വിളിക്കാൻ മറക്കണ്ട. ഓട്ടോമാറ്റിക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് മോട്ടർ ഉണ്ട്. നേരത്തെ സെമി ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമ്മൾ ലിവർ ടൈപ്പാണ്. ലിവർ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകും. ഇതിന് ഓട്ടോമാറ്റിക് ഉണ്ട്, അതൊക്കെ ടൈമർ സെറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളെ മജീദ് ഖാൻ്റെ നമ്പർ ഉണ്ടാവും സ്ക്രീനിൽ. അപ്പോൾ വിളിക്കാൻ മറക്കരുത്. എവിടെ വേണമെങ്കിലും കൊറിയർ ആയിട്ട് എത്തിക്കും. ഇന്ന് ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു ബ്രൂഡർ സെറ്റ് ചെയ്തെടുത്ത വീഡിയോ. ഇതിനായി നമുക്ക് അത്യാവശ്യം ബലമുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സ് ആവശ്യമുണ്ട്. കുഞ്ഞുങ്ങളുടെ കാല് സ്ലിപ്പ് ആവാതിരിക്കാനായി ന്യൂസ് പേപ്പർ ഇതുപോലെ ചുരുട്ടി ബോക്സിനടിയിൽ വിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ പഴയ ഫിലമെന്റ് ബൾബ് ഒരെണ്ണം എടുത്ത് അതിലേക്ക് ഒരു കാർഡ്ബോർഡിന്റെ പീസ് വെച്ച് ഇതുപോലൊരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഏതാണ്ട് കുഞ്ഞുങ്ങൾക്ക് 1 വാട്ട്സ് എന്ന കണക്കിൽ 60 വാട്ട്സിന്റെ ബൾബാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ബൾബ് തൂക്കിയിടാനായി ബോക്സിന് കുറുകെ ഒരു കമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 അടി ഉയരത്തിലാണ് കേട്ടോ നമ്മൾ ബൾബ് വെച്ച് കെട്ടിയിരിക്കുന്നത്. പിന്നെ ബ്രൂഡർ പെട്ടെന്ന് വൃത്തിയേടാതെ ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കുന്നതാവും നല്ലത്. കോഴിക്കുഞ്ഞുങ്ങളെ ബ്രൂഡറിൽ ഇറക്കിയ ശേഷം അവർക്ക് കഴിക്കാനായി നല്ല കമ്പനിയുടെ സ്റ്റാർട്ടർ തന്നെ കൊടുക്കേണ്ടതുണ്ട്. തണുപ്പുള്ള സമയങ്ങളിൽ ചൂട് കുറവാണെന്ന് തോന്നിയാൽ ബോക്സിന് മുകളിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അടച്ചു വെച്ചാൽ മതി. ഈ തവണ നമ്മൾ ഇൻക്യുബേറ്ററിൽ അടവച്ച 60 മുട്ടകളിൽ 51 കുഞ്ഞുങ്ങളും വിരിഞ്ഞു കിട്ടിയിരുന്നു. പിന്നെ ആരെങ്കിലും നല്ല റിസൾട്ടുള്ള ഇൻക്യുബേറ്റർ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ. മലപ്പുറം കോട്ടക്കലുള്ള നമ്മുടെ മജീദ് ഖാന്റെ ഇൻക്യുബേറ്റർ സംഭവം സൂപ്പറാണ് കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.